ജയറാമിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായിരുന്നെങ്കിൽ. വിളിച്ചാലേ പോകാൻ പറ്റും. എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഇത് വേദന ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് പിരിഞ്ഞു? ഇൻ്റർഫിയർ ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. ജയറാം സത്യം ഞാൻ തുറന്നു പറയാം, കഥയിൽ ഇടപെട്ടിട്ടില്ല. പുള്ളിക്ക് കഥയിൽ ഇടപെടാൻ അറിയത്തില്ല. ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല. സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലകന്നു എന്ന് കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ടു പോകാൻ ആളുണ്ടാവും. ഉർവശി എടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ്, മധുചന്ദ്രലേഖ ഞാൻ ഇഷ്ടമില്ലാതെ ചെയ്തൊരു സിനിമയാണ്. ആ റോള് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അത് ജയറാമിനോട് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ചില ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ എന്നിട്ട് ഒരു കാര്യം കൂടെ അവർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ പടത്തിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കടിഞ്ഞൂൽ കല്യാണത്തിന് കോസ്റ്റ്യൂം ബോക്സിൻ്റെ പുറത്ത് ഊണും കഴിച്ചിട്ട് വന്നൊരു ഡാ പോലെ ആ പെട്ടിയുടെ പുറത്ത് കിടന്നുറങ്ങുന്ന ഇന്ദ്രൻ ഇന്നും അത് തന്നെയാണ്. അങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിനയത്തെ കളിയാക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം അറിഞ്ഞൂടാ. ദേഷ്യം വന്നാൽ നന്നായിട്ട് ഫയർ ചെയ്യുന്ന ആളാണ്.